അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുഹമ്മദ് പ്രവാചകനാണെങ്കിൽ മുഹമ്മദിനെ തള്ളിപ്പറയുന്നതിൻ്റെ പേരിൽ ഞങ്ങളെ ശിക്ഷിക്കാത്തതെന്തുകൊണ്ട് എന്ന് ബഹുദൈവ വിശ്വാസികൾ ചോദിക്കുന്നതും അതിനുള്ള മറുപടിയുമാണ് ഇന്ന് പഠിക്കുന്ന 20-ാമത്തെ ആയത്തിൽ പറയുന്നത്. وَيَقُولُونَ لَوْلَا أُنْزِلَ عَلَيْهِ آيَةٌ مِّن رَّبِّهِ فَقُلْ إِنَّمَا الْغَيْبُ لِلَّهِ فَانْتَظِرُوا إِنِّي مَعَكُمْ مِنَ الْمُنْتَظِرِينَ. ഈ പ്രവാചകന് തൻ്റെ റബ്ബിൽ നിന്ന് ഒരു ദൃഷ്ടാന്തം അവതരിക്കാത്തതെന്തുകൊണ്ട് എന്ന് ഇക്കൂട്ടർ ചോദിക്കുന്നുണ്ടല്ലോ. അവരോട് പറയുക, അദൃശ്യമായ കാര്യങ്ങളൊക്കെയും അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലാകുന്നു. അതുകൊണ്ട് നിങ്ങൾ കാത്തിരിക്കുക, ഒപ്പം ഞാനും കാത്തിരിക്കാം. വയഖൂലൂന, അവർ പറയുന്നു. ഇവിടെ ബഹുദൈവ വിശ്വാസികൾ ചോദിക്കുന്നു എന്ന അർത്ഥത്തിലാണ് അവർ പറയുന്നു എന്ന് പറഞ്ഞത്. എന്താണ് അവർ ചോദിക്കുന്നത്? ലൗലാ ഉൻസില അലൈഹി ആയത്തും മിർ റബ്ബി, അദ്ദേഹത്തിന്റെ റബ്ബിൽ നിന്നുള്ള ഒരു ആയത്ത് ഇറക്കപ്പെടാത്തത് എന്തുകൊണ്ട്? ഇവിടെ ആയത്ത് ഇറക്കപ്പെടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശിക്ഷ ഇറക്കുക എന്നാണ്. ലൗല, എന്തുകൊണ്ടില്ല. ലൗല എന്നതിന് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞ അർത്ഥമല്ല അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ എന്നാണ് അർത്ഥം പറഞ്ഞത്. ഇവിടെ എന്തുകൊണ്ടില്ല എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. ഉൻസില എന്നാൽ ഇറക്കപ്പെട്ടു എന്നാണ്. ലൗല ഉൻസില, ഇറക്കപ്പെടാത്തത് എന്തുകൊണ്ട്? അലൈഹി, അദ്ദേഹത്തിന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്, ആയത്തുൻ, ഒരു ദൃഷ്ടാന്തം, അദ്ദേഹത്തിന്റെ പ്രവാചകത്വത്തിന് തെളിവായിക്കൊണ്ട് ഒരു ദൃഷ്ടാന്തമായിക്കൊണ്ട് ഇറക്കാത്തത് എന്തുകൊണ്ട്? ഇവിടെ ആയത്ത്, ദൃഷ്ടാന്തം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു പ്രവാചകനാണെങ്കിൽ അതിൻ്റെ തെളിവായി ഇപ്പോൾ ഞങ്ങളുടെ മേൽ ശിക്ഷ ഇറക്കുകയല്ലേ വേണ്ടത്? കാരണം അദ്ദേഹത്തെ ഞങ്ങൾ തള്ളിക്കളയുകയും അവഹേളിക്കുകയും ചെയ്യുന്നു. എന്നിട്ടും ഇതുവരെയും ഞങ്ങളുടെ മേൽ ഒരു ശിക്ഷയും ഇറങ്ങിയിട്ടില്ലല്ലോ. അള്ളാഹുവിൻ്റെ റസൂലിനെ ധിക്കരിച്ചാൽ പരലോകത്തെ ശിക്ഷയ്ക്ക് പുറമെ ഈ ലോകത്തും നിങ്ങൾ ശിക്ഷ നേരിടേണ്ടി വരുമെന്ന് അവർക്ക് ഖുർആനിലൂടെ താക്കീത് ലഭിച്ചിരുന്നല്ലോ. ആ താക്കീത് അവരെ അസ്വസ്ഥരാക്കിയിരുന്നു. എന്നാൽ ആ ശിക്ഷ വരികയാണെങ്കിൽ വേഗം കൊണ്ടുവാ എന്ന അർത്ഥത്തിലും കൂടിയാണ് എന്തുകൊണ്ടാണ് ഞങ്ങളുടെ മേൽ ശിക്ഷ ഇറങ്ങാത്തത് എന്ന് അവർ വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ ആയത്ത് എന്നതുകൊണ്ട് പ്രവാചകന്മാർക്ക് ലഭിക്കുന്ന അമാനുഷിക ദൃഷ്ടാന്തം എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചിലർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതായത് ആകാശത്തേക്ക് കയറാൻ പറ്റുന്ന ഒരു കോണി ഉണ്ടാക്കുക, അല്ലെങ്കിൽ മക്കയിലെ ഒരു മലയെ സ്വർണമലയാക്കി മാറ്റുക, ഇതൊക്കെ പ്രവാചകനാണെങ്കിൽ കാണിക്കാൻ എളുപ്പമല്ലേ എന്ന അർത്ഥത്തിലുള്ള ദൃഷ്ടാന്തമാണ് ഇവിടെ അവർ ചോദിക്കുന്നത് എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. സ്വാലിഹ് നബിക്ക് ഒട്ടകത്തെയും മൂസാ നബിക്ക് അത്ഭുത വടിയെയും കൊടുത്ത പോലെ. എന്നാൽ ഈ ആയത്ത് പോലെ സമാനമായ ഒരായത്താണ് സൂറത്ത് അൻആമിലെ 37-ാമത്തെ ആയത്ത്. വഖാലു ലൗലാ നുസ്സില അലൈഹി ആയത്തും മിർ റബ്ബിഹി എന്നാണ് അവിടെ പറഞ്ഞത്. നാം ഇപ്പോൾ പഠിക്കുന്ന ആയത്തിന്റെ അതേ അർത്ഥം തന്നെ. പക്ഷേ അവിടെ പറയുന്ന ഈ ആയത്തിലെ ആയത്ത്, ദൃഷ്ടാന്തം എന്ന് പറയുന്നത് ആകാശത്തേക്ക് കോണി ഉണ്ടാക്കുക, അല്ലെങ്കിൽ സ്വർണമല ഉണ്ടാക്കുക തുടങ്ങിയ അത്ഭുത ദൃഷ്ടാന്തങ്ങൾ ഇറക്കാത്തതെന്ത് എന്ന ചോദ്യമാണ് എന്ന് ആ ആയത്തിന്റെ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും. എന്നാൽ ഈ സൂറത്തിൽ ഇതിനു മുമ്പ് പറഞ്ഞത് മുഹമ്മദ് പറയുന്നതാണ് ശരിയെങ്കിൽ ഞങ്ങളുടെ മേൽ ശിക്ഷ ഇറങ്ങിക്കോട്ടെ എന്ന് ഖുറൈശികൾ പ്രാർത്ഥിച്ചതിലേക്ക് സൂചന നൽകുന്ന ആയത്തും, അതുപോലെ ഈ ഖുർആനിൽ മാറ്റം വരുത്തുകയോ അല്ലെങ്കിൽ പുതിയ ഖുർആൻ കൊണ്ടുവരികയോ ചെയ്യുക എന്ന് അവർ ആവശ്യപ്പെട്ട കാര്യവുമൊക്കെയാണ് പറയുന്നത്. അങ്ങനെയുള്ള ആയത്തുകൾ പറഞ്ഞതിന് ശേഷം പറയുന്നത് കൊണ്ട് ഈ ആയത്തിൽ പറയുന്ന ആയത്ത്, ദൃഷ്ടാന്തം എന്നത് ഇയാൾ ശരിക്കും പ്രവാചകനാണെങ്കിൽ ഞങ്ങൾ പ്രവാചകനെ തള്ളിപ്പറയുന്നതിന് തെളിവായിക്കൊണ്ട് ശിക്ഷ കൊണ്ടുവരട്ടെ എന്ന അർത്ഥത്തിലാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ ഈ ചോദ്യത്തിന് മറുപടിയായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ ആവശ്യപ്പെടുകയാണ് അല്ലാഹു. ഫഖുൽ ഇന്നമൽ ഗൈബു ലില്ലാഹ്, അപ്പോൾ താങ്കൾ അവരോട് പറയുക, അദൃശ്യ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെതാണ്. ഫഖുൽ, അപ്പോൾ താങ്കൾ പറയുക, ഇന്നമ, മാത്രമാണ്, അൽ ഗൈബു, അദൃശ്യകാര്യങ്ങൾ, ലില്ലാഹി, അള്ളാഹുവിന്. മനുഷ്യന് കാണാനും അറിയാനും കഴിയാത്ത കാര്യങ്ങളാണ് അദൃശ്യകാര്യങ്ങൾ എന്ന് ഇവിടെ പറയുന്നത്. അതായത് അള്ളാഹു ശിക്ഷ ഇറക്കുക എന്നതൊക്കെ
മനുഷ്യന്റെ അറിവിൽപ്പെട്ടതല്ല, മനുഷ്യന്റെ കഴിവിലും പെട്ടതല്ല. അതുകൊണ്ട് നിങ്ങളുടെ മേൽ ശിക്ഷ ഇറക്കൽ എൻ്റെ കഴിവിൽപ്പെട്ടതല്ല, ശിക്ഷ നടപ്പാക്കൽ എൻ്റെ ജോലിയുമല്ല. അതൊക്കെ അള്ളാഹുവിൻ്റെ അറിവിലും കഴിവിലും പെട്ട അദൃശ്യ കാര്യങ്ങളാണ്. അതൊക്കെ അള്ളാഹു ചെയ്യേണ്ട സമയത്ത് ചെയ്യുന്നതായിരിക്കും. ഫൻതളിറു, അതുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക, നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക. എൻതളറ എന്നാൽ പ്രതീക്ഷിച്ചു, കാത്തിരുന്നു എന്നാണ്. നിങ്ങൾ നിഷേധ നിലപാട് തുടരുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ആ ശിക്ഷ ഇറങ്ങാമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക. ഇന്നി മഅക്കും മിനൽ മുൻതളിരീൻ, ഞാനും നിങ്ങളോടൊപ്പം കാത്തിരിക്കാം. ഇന്നി, തീർച്ചയായും ഞാനും, മഅക്കും നിങ്ങളോടൊപ്പം, മിനൽ മുൻതളിരീൻ കാത്തിരിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളും കാത്തിരിക്കുക, ഞാനും കാത്തിരിക്കാം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ശിക്ഷ ഇറങ്ങുന്നത് കണ്ട് സന്തോഷിക്കാൻ കാത്തിരിക്കുന്നു എന്ന അർത്ഥത്തിലല്ല ഇത് പറയുന്നത്. അങ്ങനെ ഒരു പ്രവാചകനും ആഗ്രഹിക്കുകയില്ല. കാരണം തൻ്റെ ജനത നേർമാർഗത്തിലേക്ക് വരാൻ അവസാനം വരെ ശ്രമിക്കുന്നവരായിരിക്കും ഓരോ പ്രവാചകനും. പക്ഷേ നിഷേധത്തിൽ തന്നെ തുടർന്നുകൊണ്ട് ധിക്കാരം അതിൻ്റെ പാരമ്യത്തിലെത്തുമ്പോൾ അള്ളാഹു നിശ്ചയിച്ച സമയത്ത് നാശം വരിക എന്നത് ഒരു അനിവാര്യതയാണ്. ആ അനിവാര്യത നിങ്ങൾക്കും സംഭവിക്കുന്ന രൂപത്തിലാണ് നിങ്ങളുടെ പോക്ക് എങ്കിൽ നിങ്ങളത് പ്രതീക്ഷിക്കുക. ആഗ്രഹമില്ലെങ്കിലും അത് സംഭവിക്കുമെന്ന് ഞാനും പ്രതീക്ഷിക്കുകയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് ഉന്മൂലനാശം വരുത്തുന്ന രൂപത്തിലുള്ള പൂർണ്ണമായി നശിപ്പിക്കുന്ന ഒരു ശിക്ഷ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ പൂർണ്ണമായി നശിപ്പിച്ച് മറ്റൊരു സമുദായത്തെ പകരം കൊണ്ടുവന്ന് ആ സമുദായത്തിന് നേർമാർഗം കാണിച്ചു കൊടുക്കാൻ മറ്റൊരു പ്രവാചകൻ ഇനി വരില്ല. മാത്രമല്ല, ആദ്യകാലത്തെ ധിക്കാരികളായ മക്കയിലെ ബഹുദൈവ വിശ്വാസികളിൽ പലരും ബദർ യുദ്ധം പോലെയുള്ള സന്ദർഭങ്ങളിൽ കൊല്ലപ്പെടുകയുണ്ടായി. പിന്നെയും ശത്രുപക്ഷത്ത് തന്നെ നിലകൊണ്ട അധികം ആളുകളും പിൽക്കാലത്ത് ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്തു. ഇതുകൊണ്ടൊക്കെ തന്നെയായിരിക്കണം ഈ സമുദായത്തിന്റെ കാര്യത്തിൽ അള്ളാഹു പൂർണ്ണമായ നാശം വരുത്താതെ പരലോകത്തെ രക്ഷാശിക്ഷകളിലേക്ക് തീരുമാനം നീട്ടിവെച്ചിട്ടുണ്ടാവുക. അള്ളാഹുവിനാണ് കൂടുതൽ അറിയുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ നന്നായി പഠിക്കാനും അതിലെ പാഠങ്ങൾ ജീവിതത്തിൽ പകർത്താനും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.